ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി മാങ്ങ അച്ചാറാണ്. ഇത് സദ്യയ്ക്ക് മുറ്റും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായി ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. മാങ്ങയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടെ കഴുകി വെള്ളം വാർന്നു പോകാൻ കരുതി അരിപ്പയിലേക്ക് വയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങയിലുള്ള കറയെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടും. ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടുമ്പോഴേക്കും 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 ചെറിയ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അത് ചേർക്കാം. ഇവ നന്നായിട്ട് ചെറു തീയിൽ വെച്ച് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ച ചുവയെല്ലാം മാറുന്നതുവരെ നല്ലതുപോലെ മൂപ്പിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കായം. ഇവ ചേർത്ത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ്, മുളക് പൊടി, കായം ഇവ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് പൊടികളെല്ലാം നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. കുറച്ചളവിൽ തയ്യാറാക്കുന്ന അച്ചാറായതുകൊണ്ട് ഇതിൽ വിനാഗിരിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ്. ഉപ്പ് മാങ്ങയിലേക്ക് പിടിക്കാൻ കരുതി വയ്ക്കുന്നില്ല, അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഈ അച്ചാർ 3 ദിവസം വരെ പുറത്തിരുന്നാലും കേടാകത്തില്ല. ഫ്രണ്ട്സ്, എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ യുവർ സപ്പോർട്ട്. താങ്ക് യു.